നമസ്കാരം. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ രേഖകൾ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഒരു വശത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള യോഗ, അതെ, മറുവശത്ത് ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. രണ്ടും രണ്ട് ലോകം. അതെ, ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന ഈ രണ്ട് ആശയങ്ങളെ ഒരുമിപ്പിച്ച് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായ വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അതെ, കഴിവ് അല്ലെങ്കിൽ പ്രവർത്തന രീതി ശരിക്കും വളരെ വ്യത്യസ്തമാണ്. ഒരു മുൻ സൈനികനാണ് ഇതിന് പിന്നിലെന്നതും കൗതുകമുണർത്തുന്നുണ്ട്. അതെ, മോഹനകൃഷ്ണൻ MT. അദ്ദേഹമാണ് സ്ഥാപകൻ. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് വ്യക്തികളെയും സമൂഹത്തെയും ഒരുമിച്ച് ശാക്തീകരിച്ച പരിഹാരം കാണുക, അതാണ് ലക്ഷ്യം. അപ്പോ നമുക്കിതിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നമുക്ക് അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ കഴിവ് അക്കാഡമി? പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലെ തോന്നാം, പക്ഷെ സംഭവം അതിലും വലുതാണെന്ന് തോന്നുന്നു. വളരെ ശരിയാണ്. ഇതൊരു ഇന്റർനാഷണൽ ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആൻഡ് സർവേ അക്കാഡമിയാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ ആ ഒരു കാതൽ അവരുടെ മന്ത്രത്തിൽ തന്നെയുണ്ട്. സർവേ ഓൺ സ്ട്രഗിൾസ്, സോൾവ് വിത്ത് സ്കിൽസ്, സ്കെയിൽ ഓൺ സേഫ്റ്റി, സെർവ് വിത്ത് സൊസൈറ്റി. അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, അതെ, എന്നിട്ട് കഴിവുകൾ ഉപയോഗിച്ച് അതിന് പരിഹാരം കാണുക, പിന്നെ ആ പരിഹാരങ്ങൾ സുരക്ഷിതമായി വളർത്തിയെടുത്ത് സമൂഹത്തിന് തിരികെ നൽകുക. അതെ, ഇത് കേൾക്കാൻ വളരെ നല്ലൊരു ആശയമാണ്. പക്ഷെ ഇവിടെയാണ് എന്റെ ആദ്യത്തെ സംശയം. സർവേ ഓൺ സ്ട്രഗിൾസ്, പ്രശ്നങ്ങൾ സർവേയിലൂടെ കണ്ടെത്തുക എന്നത്, ഇത് പലരും പറയാറുണ്ടല്ലോ. ഇവർ ഇത് എങ്ങനെയാണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? ഇവിടെയാണോ AI-യുടെ ഒരു എൻട്രി? ഗ്രാമതലം മുതൽ ആരംഭിച്ച് ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്താൻ AI ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ്? ഒരു പക്ഷേ ആളുകളുടെ സംസാര രീതി, അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ, തീർച്ചയായും അവരുടെ സമ്മതത്തോടെ. ഇതൊക്കെ വിശകലനം ചെയ്ത് ഒരു പ്രദേശത്തെ പൊതുവായ മാനസികാവസ്ഥ എന്താണെന്ന് AI കണ്ടെത്തും. ഓ, അപ്പോ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുക എന്നല്ല. അല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നം, അത് തൊഴിലില്ലായ്മയോ ഏകാന്തതയോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ എന്തുമാകട്ടെ, അത് തിരിച്ചറിയാനാണ്. ഓക്കെ, അപ്പോ പ്രശ്നം കണ്ടെത്തി. അടുത്തത് സോൾവ് വിത്ത് സ്കിൽസ്, കഴിവുകൾ ഉപയോഗിച്ച് പരിഹരിക്കുക. ഇത് ആരുടെ കഴിവുകളാണ്? അവർ പഠിപ്പിക്കുന്നതാണോ? രണ്ടും വരും. ആദ്യം ഈ കണ്ടെത്തിയ പ്രശ്നത്തിന് പരിഹാരമാകാൻ എന്ത് കഴിവുകളാണ് വേണ്ടതെന്ന് അവരുടെ റിസർച്ച് ടീം പഠിക്കും. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു ഗ്രാമത്തിലെ പ്രധാന പ്രശ്നം ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മയും അതുണ്ടാക്കുന്ന വിഷാദവുമാണെന്ന് വെക്കുക. അപ്പോ അവർക്ക് തൊഴിൽ നേടാൻ സഹായിക്കുന്ന പുതിയ ടെക്നോളജിയിൽ പരിശീലനം കൊടുക്കും. ഒപ്പം തന്നെ മാനസികാരോഗ്യത്തിന് യോഗയും. അപ്പോ പ്രശ്നത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സമീപനം. അതെ, കൊള്ളാം. അപ്പോ അവിടെയാണ് യോഗയും AI-യും ഒരുമിച്ച് വരുന്നത്. പുരാതന യോഗയും ഏറ്റവും പുതിയ AI-യും. ഒറ്റ നോട്ടത്തിൽ ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലല്ലേ? അതെ, അങ്ങനെ തോന്നാം. ഒന്ന് മനസ്സിനെ ശാന്തമാക്കാനും വേഗത കുറയ്ക്കാനും പറയുമ്പോൾ മറ്റത് ഡേറ്റയും സ്പീഡുമാണ്. ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് അവർ ഒരുമിപ്പിക്കുന്നത്? നല്ല ചോദ്യമാണ്. അവരിതിനെ ഒരു വൈരുദ്ധ്യമായിട്ടല്ല കാണുന്നത്, മറിച്ച് പരസ്പരം പൂരകങ്ങളായിട്ടാണ്. യോഗയെ അവർ കാണുന്നത് നമ്മുടെ മനസ്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അതെ, പതഞ്ജലിയുടെ ചിത്തവൃത്തി നിരോധം എന്ന തത്വം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. മനസ്സിന്റെ അനാവശ്യമായ ചിന്തകളെയും ചഞ്ചലതകളെയും നിയന്ത്രിക്കുക. യോഗയിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ആന്തരികമായ ശാന്തതയും നിയന്ത്രണവുമാണ്. അതൊരു വ്യായാമം മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്. ശരിയാണ്, യോഗ മനസ്സിന് നല്ലതാണ്. പക്ഷേ AI എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നത്? സർവേ കഴിഞ്ഞാൽ പിന്നെ AI-ക്ക് റോളുണ്ടോ? തീർച്ചയായും. AI ഇവിടെ ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് പോലെയാണ്. ഒന്നാമത്തെ കാര്യം, ഓരോ വ്യക്തിയുടെയും ആവശ്യം വ്യത്യസ്തമായിരിക്കും, അല്ലേ? അതെ. ചിലർക്ക് ഉത്കണ്ഠ കൂടുതൽ, ചിലർക്ക് വിഷാദം. അപ്പോ ഓരോരുത്തർക്കും ഏറ്റവും അനുയോജ്യമായ യോഗാരീതികൾ, ശ്വസന വ്യായാമങ്ങൾ ഏതാണെന്ന് നിർദ്ദേശിക്കാൻ AI-ക്ക് കഴിയും. ഇതിനെയാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നൊന്ന് വിശദമാക്കാമോ? AI എങ്ങനെയാണ് ഒരാൾക്ക് വിഷാദമാണോ ഉത്കണ്ഠയാണോ കൂടുതൽ എന്ന് തിരിച്ചറിയുന്നത്?
പ്രാരംഭഘട്ടത്തിൽ അവർ നടത്തുന്ന സംഭാഷണങ്ങളിൽ നിന്നും ചോദ്യാവലികളിൽ നിന്നും കിട്ടുന്ന ഡേറ്റ വെച്ചിട്ടാണ്. പിന്നെ കാലക്രമേണ അവരുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് AI തന്നെ ഈ പാഠ്യപദ്ധതി മാറ്റിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, യോഗ ചെയ്യുമ്പോൾ ആസനങ്ങൾ ശരിയായ രീതിയിലാണോ ചെയ്യുന്നത്, ശ്വാസം എടുക്കുന്നതിന്റെ വേഗത കൃത്യമാണോ എന്നൊക്കെ നിരീക്ഷിക്കാൻ AIക്ക് സാധിക്കും. ഒരു പക്ഷേ ഒരു ക്യാമറ ഉപയോഗിച്ച് ശരീരത്തിന്റെ ആ ഒരു പോസ്ചർ വിശകലനം ചെയ്തിട്ടാവാം. യോഗാസനം ഒരു ക്യാമറ വെച്ച് നിരീക്ഷിക്കുകയോ? അത് ആളുകൾക്കൊരു അസ്വസ്ഥതയുണ്ടാക്കില്ലേ? പ്രൈവസി ഒരു പ്രശ്നമാകില്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും വ്യക്തികളുടെ പൂർണ്ണ സമ്മതത്തോടെയും സുതാര്യമായ നിയമങ്ങളോടെയുമായിരിക്കണം അത് ചെയ്യേണ്ടത്. ഒരു വെർച്വൽ യോഗ ഇൻസ്ട്രക്ടർ സഹായം നൽകുന്നത് പോലെ കണക്കാക്കിയാൽ മതി. ഇതിലെ ഏറ്റവും രസകരമായ ഒരാശയം സ്ഥാപകൻ മോഹനകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന റിഫ്രഷ് AI എന്ന ബട്ടണാണ്. അത് കൊള്ളാമല്ലോ. റിഫ്രഷ് AI അതെന്താ സംഭവം? അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഒരു ബട്ടൺ അമർത്തിയാൽ മനസ്സിനെ റീഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം. അതെങ്ങനെ? ഒരുപക്ഷെ 1 മിനിറ്റ് നേരത്തേക്ക് ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന ഒരു നിർദ്ദേശമോ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ചിത്രമോ ശബ്ദമോ ആകാം അത്. ജോലി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഓൾ ടാബ് അടിക്കുന്നതിന് പകരം ഈ റീഫ്രഷ് ബട്ടൺ അമർത്തുക. കൊള്ളാം, ആശയം ഗംഭീരമാണ്. പക്ഷെ ഇത് പ്രായോഗികമാണോ? ഒരു ബട്ടൺ അമർത്തിയാൽ മനസ്സ് റീഫ്രഷ് ആകുമോ? അതോ ഇതൊരു ഗിമ്മിക്ക് മാത്രമാണോ? തുടക്കത്തിൽ ഒരു ഗിമ്മിക്കായി തോന്നാം, പക്ഷേ അതിന്റെ പിന്നിലെ ശാസ്ത്രം സിമ്പിളാണ്. നമ്മൾ സ്ട്രെസ്സിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ബോധപൂർവം മറ്റൊന്നിലേക്ക് മാറ്റുന്നത് തന്നെ വലിയ ആശ്വാസം നൽകും, അല്ലേ? ശരിയാണ്. ഒരു നിമിഷം ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ ഒരു നിർദ്ദേശം കിട്ടുന്നത് പോലും വലിയ മാറ്റമുണ്ടാക്കും. അപ്പോൾ യോഗ ആന്തരികമായ മാറ്റം കൊണ്ടുവരുമ്പോൾ AI ആ മാറ്റത്തിന് ആവശ്യമായ സഹായങ്ങളും വ്യക്തിഗത നിർദ്ദേശങ്ങളും നൽകുന്നു. അപ്പോൾ യോഗയും AIയും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു പാഠ്യപദ്ധതിയായി മാറുന്നത്? കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും? അവിടെയാണ് ഈ പറയുന്ന A to Z ഓഫ് ലൈഫ് പ്രിൻസിപ്പിൾസ് വരുന്നത്, അല്ലേ? അതെ, ഇതാണ് അവരുടെ വിദ്യാഭ്യാസ രീതിയുടെ നട്ടെല്ല്. ABCD-Z ഓഫ് ലൈഫ് പ്രിൻസിപ്പിൾസ്. അതെന്താണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിനും ജീവിതത്തിലെ ഓരോ പ്രധാന തത്വങ്ങൾ നൽകിയിരിക്കുന്നു. ഉദാഹരണത്തിന് A for action, D for discipline, H for health, S for safety. അതെ, Z for zeal, അതായത് ഉത്സാഹം. അങ്ങനെ 30 അടിസ്ഥാന തത്വങ്ങൾ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബാധകമാണോ? എന്റെയൊക്കെ സ്കൂളിൽ H for health എന്നതിനേക്കാൾ H for history എന്നതിനായിരുന്നു മാർക്ക്. അതെ, ജീവിതത്തിന് ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾ പാഠപുസ്തകത്തിന്റെ ഭാഗമാകാറില്ലല്ലോ. അവിടെയാണ് ഇവർ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ തത്വങ്ങളെ അടിസ്ഥാനമാക്കി സ്കൂൾ കുട്ടികൾക്കായി ഒരു കരിക്കുലം തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. 1-ാം ക്ലാസ്സിൽ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. 2-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവനവനെ തിരിച്ചറിയാനും സ്വന്തം കഴിവുകൾ കണ്ടെത്താനും പഠിക്കുന്നു. 6-ാം ക്ലാസ്സിൽ പുതിയ കഴിവുകൾ നേടാനും 10-ാം ക്ലാസ് ആവുമ്പോഴേക്കും സ്വന്തമായി ഒരു ആശയം വികസിപ്പിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും ഇന്റേൺഷിപ്പ് ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്നു. 10-ാം ക്ലാസ്സിലെ കുട്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ? അപ്പൊ പരീക്ഷയോ മാർക്കോ ഒന്നുമല്ലേ? പരമ്പരാഗത പരീക്ഷകൾക്ക് വലിയ പ്രാധാന്യമില്ല. പകരം ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, അതായത് കുട്ടികൾ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തുന്ന രീതി. ഇതിനെ അവർ വീഡിയോ ബുക്ക് വിപ്ലവം എന്ന് വിളിക്കുന്നുണ്ട്. വീഡിയോ ബുക്ക് വിപ്ലവം? അതെ, പുസ്തകത്തിലെ പാഠങ്ങൾ കാണാതെ പഠിക്കുന്നതിനു പകരം ഓരോ വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വീഡിയോകളും പ്രോജക്റ്റുകളും ഉപയോഗിക്കുന്നു. ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ചിന്തിക്കുന്ന, മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവുള്ള ഒരു തലമുറ. വളരെ വലിയൊരു ലക്ഷ്യമാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികമായ കാര്യത്തിലേക്ക് വരാം: പണം. ഇങ്ങനെയൊരു സ്ഥാപനം, AI സാങ്കേതിക വിദ്യ, റിസർച്ച് ടീം, പുതിയ കരിക്കുലം, ഇതെല്ലാം നടപ്പിലാക്കാൻ വലിയ സാമ്പത്തിക മുതൽ മുടക്ക് ആവശ്യമാണ്. എവിടുന്ന് വരും ഫണ്ട്? അതിനും വ്യക്തമായ ഒരു പദ്ധതി രേഖകളിലുണ്ട്. 30-ലധികം വരുമാന മാർഗങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇതൊരു ചാരിറ്റബിൾ സ്ഥാപനം മാത്രമല്ല, സ്വയം പര്യാപ്തമാകാൻ കഴിവുള്ള ഒരു സോഷ്യൽ എന്റർപ്രൈസ് കൂടിയാണ്. 30-ലധികം വരുമാന മാർഗങ്ങളോ? കേൾക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ മാർഗങ്ങൾ? ലിസ്റ്റ് വളരെ വലുതാണ്. ജൈവ നഴ്സറി, മത്സ്യവിൽപ്പന, യോഗയും ആരോഗ്യവും അടിസ്ഥാനമാക്കിയുള്ള റെസ്റ്റോറന്റോ? അതെ,
പിന്നെ കുട്ടികൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള പരിശീലന ക്ലാസുകൾ, AI പ്രോജക്ട് ട്രെയിനിങ്, വെൽനസ് ടൂറിസം, വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഒരു മിനിറ്റ്, ഇവിടെ എനിക്കൊരു ആശയക്കുഴപ്പമുണ്ട്. മത്സ്യവില്പനയും AI പ്രോജക്ട് പരിശീലനവും ഒരേ സ്ഥാപനം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? ഇതിനൊക്കെയുള്ള വൈദഗ്ധ്യം എവിടെ നിന്ന് വരും? ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതല്ലേ നല്ലത്? ഇത് സ്ഥാപനത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തില്ലേ? സാധ്യതയുണ്ട്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരു പക്ഷേ അവരുടെ ആശയം ഇതായിരിക്കാം: ഓരോന്നും ഓരോ സ്വയംഭരണ യൂണിറ്റുകളായി പ്രവർത്തിക്കുക. ഓക്കെ. ഈ ഓരോ സംരംഭത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം കഴിവ് അക്കാദമിയുടെ പ്രധാന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുക. ഫണ്ടിംഗ് എങ്ങനെയാണ് തുടങ്ങുന്നത്? തുടക്കത്തിൽ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളിൽ നിന്ന് കുറഞ്ഞത് 5 ലക്ഷം രൂപ വീതം നിക്ഷേപം സ്വീകരിച്ചാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. 3 വർഷം കൊണ്ട് സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടുക എന്നതാണ് ലക്ഷ്യം. ഈ 5 ലക്ഷം രൂപയുടെ നിക്ഷേപം ഇത്രയും വലിയ പദ്ധതികൾ തുടങ്ങാൻ തികയുമോ? ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ തന്നെ അതിലും കൂടുതൽ വേണ്ടിവരില്ലേ? ശരിയാണ്. ഒരുപക്ഷെ ഇത് പ്രാഥമികമായ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു സീഡ് ഫണ്ട് ആയിരിക്കാം. ഓരോ സംരംഭവും വളരുന്നതിനനുസരിച്ച് അതിൽ നിന്ന് തന്നെ വരുമാനം കണ്ടെത്തി മുന്നോട്ടു പോകാനാണ് അവർ കരുതുന്നത്. ഇവിടെയും സുതാര്യത ഉറപ്പാക്കാൻ അവർ AI ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെ? സ്ഥാപനത്തിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഒരു AI ആപ്ലിക്കേഷൻ വഴി എല്ലാ അംഗങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. ഇത് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആ AI പവേർഡ് സുതാര്യത എന്ന ആശയം കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ AI ഉപയോഗിച്ച് കണ്ടെത്തി അതിന് പുരാതന യോഗയുടെയും ആധുനിക കഴിവുകളുടെയും സഹായത്തോടെ പരിഹാരം കാണുന്ന ഒരു സ്ഥാപനമാണ് കഴിവ്. അതെ. അവരുടെ വിദ്യാഭ്യാസ രീതി ജീവിതത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയുള്ളതാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടാൻ വൈവിധ്യമാർന്ന ഒരു ബിസിനസ് മോഡലും അവർക്കുണ്ട്. ഇതിനെ മനുഷ്യരാശിക്കുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. അതെ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ, അറിവ് നേടുന്നതിൽ നിന്ന് ആ അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലേക്ക് ശ്രദ്ധ മാറ്റുക എന്നതാണ്. എക്സാക്ട്ലി. പ്രശ്നങ്ങളെക്കുറിച്ച് സദാസമയവും ചിന്തിച്ചിരിക്കുന്നതിന് പകരം പരിഹാരങ്ങൾ കണ്ടെത്താനും നിർമ്മിക്കാനും ഓരോ വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ പ്രാപ്തരാക്കുക. യോഗയിലൂടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിവുകളിലൂടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക. ഇതാണ് അവരുടെ കാതൽ. നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ രേഖകളിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: പോസിറ്റീവ് ചിന്തകളാണ് മനസ്സിന്റെ ഭക്ഷണമെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ഊർജത്തിന്റെ ഭൂരിഭാഗവും നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചുറ്റുമുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാനും അതിനെക്കുറിച്ച് പരാതിപ്പെടാനുമാണോ? അതോ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും വേണ്ടി ചെറുതാണെങ്കിൽ പോലും എന്തെങ്കിലും പരിഹാരങ്ങൾ നിർമ്മിക്കാനാണോ? ആ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു.